ഹലോ, എല്ലാവർക്കും അഞ്ജലീസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അവൽ കുഴച്ച റെസിപ്പി ആയിട്ടാണ്. വെറുതെ ഇരിക്കുകയല്ലേ ഇപ്പോൾ വീട്ടിൽ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കഴിക്കാൻ വേണം ഇവിടെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളെ നാടൻ രീതിയിലുള്ള അവൽ കുഴച്ചത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതാ ഇന്ന് നിങ്ങൾക്ക് കൂടി അവൽ കുഴച്ചതായിക്കോട്ടെ അല്ലേ. അവൽ നനയ്ക്കാനായിട്ട് ഞാനിവിടെ ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുപഴം എടുത്തു വെച്ചിട്ടുണ്ട്, ഏതായാലും കുഴപ്പമില്ല. നേന്ത്രപ്പഴവും റോബസ്റ്റേനെക്കാട്ടും ഒക്കെ നല്ലത് ചെറുപഴം നന്നായി പഴുത്തതാണ്. പിന്നെ ആവശ്യത്തിന് നെയ്യ്, മധുരത്തിന് ശർക്കര എടുക്കുക. പിന്നെ ഇത് കാൽമുറി തേങ്ങയുള്ളൂ, അത് ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരം അവൽ ഞാനിപ്പോൾ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ പേപ്പറിൽ. ഇപ്പോൾ സാധാരണ കവറിലൊക്കെ ആക്കി വെക്കുക, ഞാനിപ്പോൾ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചു. ഇനി നമ്മളത് പെട്ടെന്ന് എടുക്കണ്ടല്ലോ, ഓരോ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇപ്പോൾ അവലൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. നല്ല ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള അവലെടുക്കുക. വെള്ള അവലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, അത് എടുക്കരുത് കേട്ടോ. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതായത് അവൽ നനച്ചെടുക്കാൻ പോവുകയാണ്. അതിനായിട്ടൊരു ഇതുപോലെ ഇങ്ങനെ ഇത്തിരി കുഴിയുള്ള ഒരു ബൗളോ ഇതുപോലെയുള്ള ഏതെങ്കിലും പാത്രം എടുക്കുക. കാരണം നന്നായി കുഴച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതുപോലെ ഇത്തിരി കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുഴയ്ക്കാൻ നല്ല സുഖമാണ്. ഇനി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പഴം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. 2-3 എടുക്കാം. അധികമായാലും അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു 3 അല്ലെങ്കിൽ 2 എടുക്കുന്നുണ്ട്. നോക്കിയിട്ടാണ് ബാക്കി ചേർക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ പഴം ചേർത്ത് കൊടുത്തു. അടുത്തത് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയും ഇതുപോലെ തന്നെ അളവിൽ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 മുറിയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ തേങ്ങയൊക്കെ കഴിക്കാൻ കുറേ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. വീട്ടിലൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നമ്മളല്ലേ കഴിക്കുന്നത്, അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ അവൽ ചേർത്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ട് പോയതേ, നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്താൽ അത്രയും നല്ലത് കേട്ടോ. അതായത് കുറച്ച് നെയ്യും കൂടിയും ചേർത്തിട്ട്, കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഉരുക്കിയതിന് ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ നമ്മളുടെ ഈ അവലിലേക്ക് നനയ്ക്കാൻ നല്ല സുഖമായിരിക്കും. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ശർക്കര പാവ് ഇതിലേക്ക് അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ 2 അച്ച് ശർക്കര അലിയിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് നല്ല തിക്കായിട്ടുള്ള ഒരു പാവ് തന്നെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അധികം അങ്ങോട്ട് വെള്ളമൊന്നും വേണ്ട. അപ്പോൾ മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾ ശർക്കരയുടെ അളവ് കൂട്ടുക, കുറയ്ക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ ചിലർ ചോദിക്കും പഞ്ചസാര ഇട്ടുകൂടെയെന്ന്. പഞ്ചസാര ഇടണമെങ്കിൽ പഞ്ചസാര ഇടുക. നമുക്കൊരു മധുരമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുക, കുറയ്ക്കുക. പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര, അതുപോലെ ശർക്കരയാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. പിന്നെ നെയ്യും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ. ആ ഒരു സ്മെല്ല് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നെയ്യിലൊന്നും മൂപ്പിച്ചിട്ടേ. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറും നെയ്യും ശർക്കരപ്പാനിയും തേങ്ങയും പഴവും അവലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ആ ശർക്കരപ്പാനിയുടെയും. അതുപോലെ തന്നെ എൻ്റെ വായിലൊക്കെ വെള്ളം വരും കേട്ടോ. അതുപോലെ തന്നെ നെയ്യിൻ്റെയും പഴത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. പിന്നെ അവൽ എന്ന് പറയുമ്പോൾ ചുവന്ന അവലിൻ്റെ പ്രത്യേക ഒരു സ്മെല്ലല്ലേ, നെല്ലൂത്തി അരിയുടെ ഒക്കെ ആ ഒരു സ്മെല്ലും വരുന്നുണ്ട്. കണ്ട, ഇതിൽ 2 കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. വേറെ ഒന്നല്ല, ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഞെരടി എടുക്കുന്ന ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എത്ര സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്താലും കിട്ടില്ല. ആ പഴവും നെയ്യും അവലും തേങ്ങയും ശർക്കരപ്പാവും ഒക്കെ അതിൽ ചേർന്നിട്ട് എന്താ ടേസ്റ്റ് എന്ന് പറയുന്നത്, നല്ലൊരു മണമാണ്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ആ ശർക്കരപ്പാവ് ഒഴിക്കുന്നത്, അപ്പോൾ നമ്മൾ ശർക്കര ചീകിയിട്ടാലും ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ശർക്കരപ്പാവ് പാകത്തിന് ഒഴിക്കുക. ഇന്നത്തെ നമ്മളുടെ നാടൻ അവൽ കുഴച്ചത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കാം. പക്ഷേ എൻ്റെ വീട്ടിലുണ്ടാക്കണ പോലെ ആവില്ല നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുക. അത് ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലരും ചോദിക്കാം ഇതൊക്കെ ആർക്കും അറിയാത്തതെന്ന്. അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊരു ഉപകാരമായില്ലേ, ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്കും കൂടി കിട്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശരി, പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്